ഇന്നത്തെ ഫോക്കസ് ഏരിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സ് എന്ന ഭാഗത്തെ രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന ചാപ്റ്ററാണ്. അതിനകത്തുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് മാത്രമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചില ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പരിശോധിക്കാം. ഫൈനൽ ഗുഡ്സ്. എന്താ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഫൈനൽ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നതും പിന്നീട് ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഫൈനൽ ഗുഡ്സ്. അന്തിമ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, പിന്നീട് അതെന്ത് ചെയ്യുന്നില്ല, ഉൽപാദനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അത്തരം വസ്തുക്കളെ ഫൈനൽ ഗുഡ്സ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചെടുക്കുന്ന പോലെ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ വീട്, അതുപോലെ കാറ് തുടങ്ങിയവയ്ക്ക് ഫൈനൽ ഗുഡിന് ഉദാഹരണമാണ്. ഇതൊക്കെ നമ്മുടെ ഫൈനൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നു, പിന്നീട് അത് മറ്റൊരു ഉൽപാദന പ്രക്രിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അതാണ് കാര്യം. ഇനി ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ അന്തരാള ഉൽപ്പന്നങ്ങൾ, മറ്റു സാധനങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. മറ്റു സാധനങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഉദാഹരണമായിട്ട് ഇവിടെ റൈസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇഷ്ടിക കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇരുമ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നൂല്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഉദാഹരണമായിട്ട് റൈസ് നമുക്ക് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, ഇഷ്ടിക അത് നമുക്ക് കെട്ടിടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, നൂല് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. മറ്റു വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇനി കൺസംഷൻ ഗുഡ്സ് ആണ്, അഥവാ ഉപഭോഗ വസ്തുക്കൾ. നമ്മൾ നേരിട്ട് യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ കൺസംഷൻ ഗുഡ്സ്. ഈ കൺസംഷൻ ഗുഡ്സ് പിന്നീട് ഒരിക്കലും മറ്റൊരു വസ്തുവിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. പിന്നീട് മറ്റൊരു ഉൽപ്പാദനത്തിന് വേണ്ടി ഈ വസ്തുക്കൾ യൂസ് ചെയ്യുന്നില്ല. ഉദാഹരണമായിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ കാറ്, ഫ്രിഡ്ജ് തുടങ്ങിയവയൊക്കെ നമുക്ക് കൺസംഷൻ ഗുഡായിട്ട് പറയാം. കൺസംഷൻ ഗുഡിനെ തന്നെ രണ്ടായിട്ട് തിരിക്കാം: ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് ഈട് നിൽക്കുന്നതാണ്, ദീർഘകാലം നിലനിൽക്കുന്നതാണ് ഡ്യൂറബിൾ ഗുഡ്സ്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് പെട്ടെന്ന് നശിക്കുന്നതാണ്. പെട്ടെന്ന് നശിക്കുന്ന വസ്തുക്കൾക്ക് നോൺ ഡ്യൂറബിൾ ഗുഡ്സിന് ഉദാഹരണമാണ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് തുടങ്ങിയവയൊക്കെ. ഡ്യൂറബിൾ ഗുഡ്സിന് ഉദാഹരണമാണ് ഫ്രിഡ്ജ്, അതുപോലെ കമ്പ്യൂട്ടർ, TV, കാറ് തുടങ്ങിയവയൊക്കെ. ക്യാപിറ്റൽ ഗുഡ്സിലേക്ക് വരുമ്പോൾ അഥവാ മൂലധന വസ്തുക്കളിലേക്ക് വരുമ്പോൾ ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വസ്തുക്കളാണ് മൂലധന വസ്തുക്കൾ. എന്നാൽ പിന്നീട് മറ്റു വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യും. ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും പിന്നീട് മറ്റു വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യുന്ന വസ്തുക്കളാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഉദാഹരണമായിട്ട് ബിൽഡിങ്, അതുപോലെ ട്രക്ക്, ഇങ്ങനെ അതുപോലെ മറ്റുള്ള സംഗതികളൊക്കെ, അല്ലെങ്കിൽ റോഡ്, ഇതൊക്കെ എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഗുഡ്സ്, ചരക്കുകൾ, അതിനെ ഫൈനൽ ഗുഡ്സ് എന്നും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നും വേർതിരിക്കുന്നു. ഫൈനൽ ഗുഡ്സിനെ തന്നെ കൺസംഷൻ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും വേർതിരിക്കുന്നു. കൺസംഷൻ ഗുഡ്സിനെ തന്നെ ഡ്യൂറബിൾ ഗുഡ് എന്നും നോൺ ഡ്യൂറബിൾ ഗുഡ് എന്നും വേർതിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് ഡിപ്രീസിയേഷൻ? ഇറ്റ് ഇസ് ദ ലോസ് ഓഫ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. അല്ലേ? ചില മൂലധന വസ്തുക്കൾ നമ്മൾ അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും തോറും അവയ്ക്ക് ക്ഷയം വരും, അവയ്ക്ക് കേടുപാടുകൾ വരും. ഇങ്ങനെ അതിന്റെ മൂല്യം കുറയുന്ന സാഹചര്യത്തിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. മൂലധന വസ്തുക്കൾ നമ്മൾ യൂസ് ചെയ്യും തോറും അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാം, അതോടൊപ്പം തന്നെ അവയെ മൂല്യം കുറയുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിന് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഇതിനെ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അഥവാ സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം എന്നും പറയാറുണ്ട്. ഇനി നാഷണൽ ഇൻകത്തിലേക്ക് വരാം, അഥവാ ദേശീയ വരുമാനം. എന്താണ് ദേശീയ വരുമാനം? ഇറ്റ് ഇസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും പണത്തിൽ കണക്കാക്കിയ മൂല്യമാണ്, അല്ലെങ്കിൽ അതിന്റെ വിലയാണ്. അല്ലെ? ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൽ കണക്കാക്കിയ മൂല്യമാണ് ദേശീയ വരുമാനം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വർഷം ഏപ്രിൽ 1 ആരംഭിച്ച് തൊട്ടടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്ന വർഷമാണ്. അപ്പോൾ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 മുതൽ അടുത്ത മാർച്ച് 31 വരെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റുകളായ സ്റ്റോക്ക്, ഫ്ലോ. എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ? സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയബിന്ദുവിൽ, പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് അളന്നെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സ്റ്റോക്ക് എന്ന് പറയാം. ഒരു കൃത്യ സമയബിന്ദുവിൽ അളന്നെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ
സ്റ്റോക്ക് എന്ന് പറയാം. എന്നാൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു കാലയളവിൽ നമുക്ക് അളന്നെടുക്കാം, പക്ഷെ ഒരു സമയബിന്ദുവിൽ നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ല, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അളക്കാൻ പറ്റില്ല, ഒരു കാലയളവിൽ നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ഫ്ലോ എന്ന് പറയുന്നത്. എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പീരിയഡ് ഓഫ് ടൈം. സ്റ്റോക്കിന്റെയും ഫ്ലോയുടെയും ഏതാനും ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ടർ ഇൻ എ ടാങ്ക്, ഒരു ടാങ്കിലെ വെള്ളം അത് കൃത്യസമയത്ത് നമുക്ക് അളന്നെടുക്കാൻ പറ്റും. വെൽത്ത് അഥവാ സമ്പത്ത്. ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപം. സപ്ലൈ ഓഫ് മണി, പണത്തിന്റെ സപ്ലൈ. വാട്ടർ ഇൻ എ ലേക്ക് അഥവാ ഒരു തടാകത്തിലെ വെള്ളം. ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രോസസ്സാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്ലോയിൽ വരിക. വാട്ടർ ഇൻ എ റിവർ, അത് കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് അളന്നെടുക്കാൻ കഴിയുന്ന കാര്യമല്ല, അത് ഫ്ലോയിൽ വരുന്നു. ഇൻകം, വരുമാനം, അല്ലെ, അത് ഫ്ലോയിലെ കൺസെപ്റ്റ് ആണ്. ക്യാപിറ്റൽ ഫോർമേഷൻ, മൂലധന സ്വരൂപീകരണം, അത് ഫ്ലോ കൺസെപ്റ്റ് ആണ്. പിന്നെ വാട്ടർ ഫ്ലോ ത്രൂ ടാപ്പ്, ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളം, അത് ഫ്ലോ ആണ്. ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ്, ഇറക്കുമതിയും കയറ്റുമതിയും. അപ്പം ഇത്തരം കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഏതാണ് സ്റ്റോക്കിലെ ഉദാഹരണം, ഏതാണ് ഫ്ലോയുടെ ഉദാഹരണം എന്ന് വേർതിരിച്ചറിയാൻ പറ്റണം. ഈ രൂപത്തിലാണ് കാര്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദ്യപേപ്പറിൽ കൊടുത്തു കണ്ടിട്ടുള്ളത്. ഇനി എന്താണ് ഇൻവെന്ററി? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച് ആ വർഷം വിറ്റ് പോകാതെ അടുത്ത വർഷത്തേക്ക് കൈമാറുന്ന ഉൽപ്പന്നങ്ങളെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച് ആ വർഷം വിറ്റ് പോകാതെ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇൻവെന്ററി. അതിനകത്ത് പൂർത്തിയായ വസ്തുക്കൾ ഉണ്ടാവും, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാവും, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും, ഭാഗികമായി പൂർത്തിയായവ, അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവും. അപ്പൊ ഏതൊക്കെയാണ് അതിനകത്ത് വരിക? പൂർത്തിയായ വസ്തുക്കൾ ഉണ്ടാവും, ഭാഗികമായി പൂർത്തിയായ വസ്തുക്കൾ ഉണ്ടാവും, അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച് അത് സെയിൽ ചെയ്യാതെ തൊട്ടടുത്ത വർഷത്തേക്ക് കൈമാറുന്ന ഉൽപ്പന്നങ്ങളാണ് ഇൻവെന്ററി. ഒരു വർഷത്തിന്റെ ആദ്യത്തിലുള്ള ഇൻവെന്ററിയേക്കാൾ കൂടുതലാണ് വർഷാവസാനം കണക്കാക്കുന്ന ഇൻവെന്ററി എങ്കിൽ അവിടെ അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറയും. എന്നാൽ ഒരു വർഷത്തിന്റെ ആദ്യത്തിൽ കണക്കാക്കുന്ന ഇൻവെന്ററിയേക്കാൾ കുറവാണ് അവസാനം കണക്കാക്കുന്ന ഇൻവെന്ററി എങ്കിൽ അതിനെ ഡി അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറയും. ഒന്നുകൂടി പറയാം, ഒരു വർഷം ആദ്യം കണക്കാക്കുന്ന ഇൻവെന്ററിയേക്കാൾ കൂടുതലാണ് വർഷാവസാനമുള്ള ഇൻവെന്ററി എങ്കിൽ അവിടെ അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറയും. ഒരു വർഷം ആദ്യം കണക്കാക്കുന്ന ഇൻവെന്ററിയേക്കാൾ കുറവാണ് വർഷാവസാനത്തെ ഇൻവെന്ററി എങ്കിൽ അവിടെ ഡി അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറയും. ഇൻവെന്ററിയിലെ മാറ്റം അഥവാ ചേഞ്ച് ഇൻ ദ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഉൽപാദനത്തിൽ നിന്നും ആ വർഷത്തെ സെയിൽ കുറച്ചാൽ മതി. പ്രൊഡക്ഷൻ ഓഫ് ദ ഇയർ മൈനസ് സെയിൽ ഓഫ് ദ ഇയർ. ഇവിടെ ഞാനൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത് എൻ്റെ കമ്പനിയിൽ 600 കാറുകളാണ്. ആ വർഷത്തെ സെയിൽ എന്ന് പറയുന്നത് 400 കാറുകളാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ദ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ 600 മൈനസ് 400. പ്രൊഡക്ഷൻ 600 ആണ്, സെയിൽ 400 ആണ്, ബാക്കി 200 ആണ് വരുന്നത്. ഇനി എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ സ്റ്റോക്ക്, അല്ലെ, നമ്മുടെ നിലവിലെ ക്യാപിറ്റൽ സ്റ്റോക്കിലുള്ള വർധനവാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂലധന വസ്തുക്കളുടെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ വാല്യൂ ആണ്. ഒരു വർഷം എക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിന്റെ വാല്യൂ ആണ്, ശരിക്ക് മൂല്യമാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. എത്രത്തോളം ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട് അതിനൊക്കെ വാല്യൂ ആണ് ശരിക്ക് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജ്, ഡാംസ് എല്ലാം ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന്റെ അകത്ത് വരും. ഇനി നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാലോ, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നേരത്തെ നമ്മൾ പഠിച്ച ഡിപ്രീസിയേഷൻ കുറക്കുക. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കും. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ്. ഗവൺമെന്റ് ചരക്കു സേവനങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി. ചരക്കു സേവനങ്ങൾക്ക് ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണത്. ഉദാഹരണം വാല്യൂ ആഡഡ് ടാക്സ്, നമ്മൾ അറിയുന്ന വാറ്റ് എന്ന് പറയുന്ന ടാക്സ്, സെയിൽസ് ടാക്സ് അഥവാ വിൽപ്പന നികുതി, ഇമ്പോർട്ട് ഡ്യൂട്ടി അഥവാ ഇറക്കുമതി തീരുവ, എക്സ്പോർട്ട് ഡ്യൂട്ടി കയറ്റുമതി നികുതി, അല്ലേ. അതുപോലെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അഥവാ അറ്റ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും സബ്സിഡി കുറച്ചാൽ മതി. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും സബ്സിഡി കുറച്ചാൽ മതി. പരോക്ഷ നികുതിയിൽ നിന്നും സബ്സിഡി കുറക്കുക. എന്താ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പൊതുജനങ്ങൾക്ക് നൽകുന്ന ഫിനാൻഷ്യൽ ഹെൽപ്പാണ് സബ്സിഡി എന്ന് പറയുന്നത്, അല്ലേ. ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകുന്ന ഫിനാൻഷ്യൽ ഹെൽപ്പാണ് സബ്സിഡി. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും സബ്സിഡി കുറച്ചാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ലഭിക്കും. ഇനി ട്രാൻസ്ഫർ പേയ്മെന്റ് അഥവാ മാറ്റക്കൊടുതികൾ എന്ന് പറയും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള പേയ്മെന്റ്സ് ആണ് ശരിക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഏകപക്ഷീയമായി നമ്മൾ നൽകുന്ന അടവുകളാണ് ശരിക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്.
യൂണിലാറ്ററൽ പേയ്മെന്റ്സ് എന്ന് ഇംഗ്ലീഷ് പറയും അല്ലേ? ഇത്തരം പേയ്മെന്റിൽ വരുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് സബ്സിഡീസ്, ഓൾഡ് ഏജ് പെൻഷൻ അഥവാ വാർദ്ധക്യകാല പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം, ഡൊണേഷനുകൾ. ഇതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതില്ലാത്ത പേയ്മെന്റുകളാണ്. ഇത്തരം പേയ്മെന്റുകളെ നമുക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയാം. ട്രാൻസ്ഫർ പേയ്മെന്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫർ അല്ലേ? കറണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിലവിലെ അത്യാവശ്യങ്ങൾക്ക്, ഉപഭോഗാവശ്യങ്ങൾക്ക് നൽകുന്നതാണ് കറണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നിലവിലെ ഉപഭോഗ ആവശ്യങ്ങൾക്ക് അഥവാ ഉപയോഗങ്ങൾക്ക് നൽകുന്നതാണ് കറണ്ട് ട്രാൻസ്ഫർ. ഉദാഹരണമായിട്ട് സ്കോളർഷിപ്പ്, പെൻഷൻ തുടങ്ങിയവയൊക്കെ നിലവിലെ ആവശ്യങ്ങൾക്ക് നൽകുന്നതാണ്. അതിനെ നമുക്ക് കറണ്ട് ട്രാൻസ്ഫർ എന്ന് പറയാം. ക്യാപിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂലധന ആവശ്യത്തിന്, മൂലധന സ്വരൂപീകരണത്തിന് നൽകുന്നതാണ്, അല്ലെങ്കിൽ പേയ്മെന്റ് ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. അഥവാ നമുക്ക് ഒരു കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നൽകുന്നതാണ് ശരിക്ക് ക്യാപിറ്റൽ ട്രാൻസ്ഫർ. ഒരു ഉൽപാദനശാല തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു ചെറിയ കട തുടങ്ങുന്നതിനൊക്കെ സാമ്പത്തിക സഹായം നൽകുകയാണെങ്കിൽ അത് ശരിക്ക് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ആയിട്ട് വരും. ഇനി നമ്മൾ പരിശോധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ എക്കോണമി. ഒരു 2 സെക്ടർ എക്കോണമിയിൽ വരുമാനത്തിന്റെ സർക്കുലർ ഫ്ലോ എങ്ങനെയായിരിക്കും, ചാക്രിക പ്രവാഹം എങ്ങനെയായിരിക്കും എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ എന്താണ് 2 സെക്ടർ എക്കോണമി? 2 സെക്ടറുകളുള്ള, 2 മേഖലയിലുള്ള സമ്പദ് വ്യവസ്ഥ. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഫേം അഥവാ ഉൽപാദന സ്ഥാപനം. രണ്ടാമത്തത് ഹൗസ് ഹോൾഡ് അഥവാ കുടുംബം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഉൾപ്പെടുന്ന മേഖല. അപ്പോൾ ഫേം എന്ന് പറഞ്ഞാൽ ഉൽപാദകരുടെ മേഖല, ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ മേഖല. ഇവർ തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടാവുമല്ലോ. ഉൽപാദകൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത് കൊണ്ടാണല്ലോ കൺസ്യൂമർ ജീവിക്കുന്നത്. കൺസ്യൂമർ അതിന് പൈസ കൊടുക്കുന്നു. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിലെ വ്യത്യസ്തമായ മേഖലകൾ, സെക്ടറുകൾ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പിന്റെയും ഇന്റർ ഡിപ്പെൻഡൻസിന്റെയും അഥവാ പരസ്പര ബന്ധത്തിന്റെയും പരസ്പര ആശ്രയത്വത്തിന്റെയും ചിത്രീകരിച്ച രൂപമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അല്ലെ? ഒന്നുകൂടി പറയാം അല്ലെ? സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫേമും ഹൗസ് ഹോൾഡും പോലെ ഈ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും ആശ്രയത്വത്തിന്റെയും ചിത്രീകരിച്ചൊരു രൂപമാണ് ശരിക്ക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ തിയറിയിൽ ചില സങ്കല്പങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ 2 സെക്ടേഴ്സ് ആണുള്ളത്, 2 മേഖലകളാണ്. ഒന്ന് ഫേംസ്, മറ്റൊന്ന് ഹൗസ് ഹോൾഡ്സ്. അതെന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫേംസും ഉണ്ട്, ഹൗസ് ഹോൾഡ്സും ഉണ്ട്. ഇതിനകത്ത് ഹൗസ് ഹോൾഡ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും നൽകുന്നു. ഫേമിന് ആവശ്യമായ ഉൽപാദന ഘടകങ്ങളെ നൽകുന്നത് ഹൗസ് ഹോൾഡാണ്. ഫേം എന്ത് ചെയ്യുന്നു? ഉൽപാദന വസ്തുക്കൾ, പ്രത്യേകിച്ച് ഗുഡ്സ്, ചരക്കുകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നു. ചരക്കുകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന ആരാണ്? ഫേംസ്. കുടുംബം എന്ത് ചെയ്യുന്നു? അതിന് പകരമായിട്ട് മുഴുവൻ പണവും അവരുടെ ഉപഭോഗത്തിന് വേണ്ടി ചെലവാക്കുന്നു. ചരക്കു സേവനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കുടുംബം അവരുടെ മുഴുവൻ പൈസയും ചെലവാക്കുന്നു, മുഴുവൻ വരുമാനവും ചെലവാക്കുന്നു. ഇതാണ് സങ്കല്പം അല്ലെ? ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് സർക്കുലർ ഫ്ലോയുടെ രേഖാചിത്രീകരണമാണ് ഈ കാണിച്ചിട്ടുള്ളത്. സർക്കുലർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, വൃത്തരൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെ 2 സെക്ടറുകളുണ്ട്, അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്. ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ്. ഫേം ഹൗസ് ഹോൾഡും 2 കിടത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഈ ഫേമും ഹൗസ് ഹോൾഡും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പാണ് ഇതിലൂടെ കാണിക്കുക, നമ്മൾ ഈ സർക്കുലർ ഫ്ലോയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എടുത്തു നോക്കാം. ഒരു ഉൽപാദന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഉൽപാദന ഘടകങ്ങളെയും അഥവാ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഇവയൊക്കെ നൽകുന്നത് ഹൗസ് ഹോൾഡാണ്. അതാണ് 1 എന്നുള്ള നമ്പർ കൊടുത്തുകൊണ്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ വൃത്തത്തിന്റെ മുകളിൽ കാണിച്ചിട്ടുള്ളതാണ്. അഥവാ അതിന്റെ കൺസെപ്റ്റ് ഇതാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഹൗസ് ഹോൾഡാണ് ഫേമുകൾക്ക് ആവശ്യമായിട്ടുള്ള, ഉൽപാദന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപാദന ഘടകങ്ങളെ സപ്ലൈ ചെയ്യുന്നത്. അവന്റെ ആരോ ചിഹ്നമിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എൻഡ് ചെയ്യുന്നിടത്താണ് ഈ ആരോ ചിഹ്നം കൊടുത്തിട്ടുള്ളത് അല്ലേ? ഈ പറയുന്ന കാര്യം എൻഡ് ചെയ്യുന്നിടത്ത് ആർക്ക് കൊടുക്കുന്നു, ആരിലേക്കാണ് എത്തപ്പെടുന്നത് അവിടെ ഒരു ആരോ ചിഹ്നം ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് വെക്കണം, എന്നാലും ഇത് കൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ. പകരം എന്താ ചെയ്യുക? രണ്ടാമതായിട്ട് അപ്പൊ ഫേം എന്ത് ചെയ്യും? ഉൽപാദന ഘടകങ്ങളെ ഫേമിന് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പകരം ഫേം എന്ത് ചെയ്യുന്നു? ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് നോക്കാം. 2 എന്നുള്ള നമ്പർ ഇട്ടിട്ടുണ്ട് ഇവിടെ. പകരം ഫേം ഫാക്ടർ ഇൻകം കൊടുക്കുന്നു.
ഈ ഉൽപാദന ഘടകങ്ങൾക്ക് ആവശ്യമായ റിവാർഡ് എന്തൊക്കെയാണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാൻഡിന്റെ റിവാർഡ് എന്ന് പറയുന്നത് റെന്റ് ആണ്, ലേബറിന്റെ റിവാർഡ് എന്ന് പറഞ്ഞാൽ വേജ് ആണ്, ക്യാപിറ്റലിന്റെ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, ഒരു എന്റർപ്രണറുടെ റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. ഇങ്ങനെ ആവശ്യമുള്ള റിവാർഡ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പോൾ ഫേമുകൾ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം നൽകുന്നു. നമ്മളിതിനെ ചുരുക്കി ഇങ്ങനെ പറയാം, ഫാക്ടർ ഇൻകം അല്ലെങ്കിൽ ഫാക്ടർ പേയ്മെന്റ്സ് എന്ന് പറയാം. അപ്പൊ രണ്ട് ബന്ധം ഇവിടെ നടന്നു കഴിഞ്ഞു. കുടുംബം അഥവാ ഹൗസ് ഹോൾഡ് ഫേംസിന് വേണ്ടി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നൽകുന്നു. അതിന് പകരമായിട്ട് ഫാക്ടർ ഇൻകം അഥവാ ഉൽപാദന ഘടകങ്ങൾക്കുള്ള വരുമാനം പേയ്മെന്റ് ആര് നൽകുന്നു? ഫേം ഹൗസ് ഹോൾഡിന് നൽകുന്നു. ആരോചിന്നിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ സെക്ടറുകൾ തമ്മിലുള്ള മറ്റൊരു ബന്ധത്തിലേക്ക് പോകാം. ഹൗസ് ഹോൾഡിന് ആവശ്യമായിട്ടുള്ള കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നത് ഫേമാണ്. കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നത് ഫേമാണ് അല്ലെ. പകരമായിട്ട് എന്ത് കൊടുക്കും? അതിനാവശ്യമുള്ള വില അല്ലെങ്കിൽ ചെലവ് നൽകുന്നത് ഹൗസ് ഹോൾഡ് ആണ്. അപ്പോൾ ഹൗസ് ഹോൾഡിന് ആവശ്യമായ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫേം നൽകുന്നു. അതിന് പകരമായിട്ട് ആ മൂന്നാമത്തെ കാര്യം നോക്കൂ, അതിനാവശ്യമുള്ള ചെലവുകൾ നൽകുന്നത് ഹൗസ് ഹോൾഡ് ആണ്. അപ്പൊ ഫേം ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡിന് കൊടുക്കും, പകരമായിട്ട് അതിന്റെ ചെലവ് ഹൗസ് ഹോൾഡ് ഫേമിന് കൊടുക്കും. ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഇപ്പോൾ ഈ ഫേമും ഹൗസ് ഹോൾഡും തമ്മിലുള്ള പരസ്പര ബന്ധം ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലായി. ഇതാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ട ഭാഗം കേട്ടോ. അപ്പോൾ ഫേമും ഹൗസ് ഹോൾഡും തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് സെക്ടറുകൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇതിനകത്ത് രണ്ട് തരത്തിൽ നമ്മൾ ബന്ധങ്ങൾ പറഞ്ഞു അല്ലേ. ഒന്ന്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡ് സപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫേം സപ്ലൈ ചെയ്യുന്നു. ഇത് രണ്ടും വിലയല്ല, പണമല്ല, ചരക്കു സേവനങ്ങളാണ്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഗുഡ്സ് ആൻഡ് സർവീസസിനെയും നമ്മൾ റിയൽ ഫ്ലോ എന്ന് പറയുക. എന്താ പറയുക? റിയൽ ഫ്ലോ എന്ന് പറയും. ഗുഡ്സ് ആൻഡ് സർവീസസും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമാണ് റിയൽ ഫ്ലോയിൽ വരുന്നത്. ഇതിൽ മണി ഫ്ലോ, പണമായിട്ട് പോകുന്ന ഏതാണ്? മണി ഫ്ലോ എന്ന് പറഞ്ഞാൽ പണമായിട്ട് കൊടുക്കുന്ന, പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ഏതാണ്? ഒന്നാമത് ഫാക്ടർ പേയ്മെന്റ്സ്. ഫാക്ടർ പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം, ഫാക്ടർ പേയ്മെന്റ്സ് ഒരു മണി ഫ്ലോ ആണ്. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുമ്പോൾ ഹൗസ് ഹോൾഡ് പേയ്മെന്റ് കൊടുക്കണമല്ലോ, പ്രൈസ് കൊടുക്കണമല്ലോ. ഈ പ്രൈസും എന്താണ്? മണി ഫ്ലോ ആണ്. അപ്പോൾ റിയൽ ഫ്ലോയും ഉണ്ട്, മണി ഫ്ലോയും ഉണ്ട്. ഇത് വേർതിരിക്കാൻ ശരിയായ രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കുകയും വേണം. റിയൽ ഫ്ലോ എന്താണ്? ഉൽപാദന ഘടകങ്ങളെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ റിയൽ ഫ്ലോ എന്ന് പറയും. ഗുഡ്സ് ആൻഡ് സർവീസസ് റിയൽ ഫ്ലോയിൽ വരുന്നു. പക്ഷെ മണി ഫ്ലോ എന്ന് പറയുമ്പോൾ പണമായിട്ട് കൊടുക്കുന്നതാണ്, മറ്റേ ചരക്കു സേവനങ്ങളായിട്ട് കൊടുക്കുന്നതാണ് റിയൽ ഫ്ലോ എന്ന് പറയുന്നത്. പണമായിട്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് അതിനെന്ത് പറയുക? മണി ഫ്ലോ എന്ന് പറയുക. അതിൽ വരുന്നതാണ് ഫാക്ടർ പേയ്മെന്റ്സ് അഥവാ റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾക്കുള്ള പേയ്മെന്റുകൾ. മറ്റൊന്ന് പ്രൈസ് ഓഫ് ഗുഡ്സ്, വാങ്ങിക്കുന്ന ചരക്കു സേവനങ്ങൾക്കുള്ള വില. ഇതൊക്കെ മണി ഫ്ലോ ആണ്. ഇപ്പൊ മണി ഫ്ലോയും റിയൽ ഫ്ലോയും തിരിച്ചറിയാൻ കഴിഞ്ഞാലോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ടെക്സ്റ്റ് കൂടി വെച്ച് പഠിക്കണം. ഇത് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയത്. പ്രധാനമായിട്ടും ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ചിത്രത്തിൽ നിങ്ങൾ ഈ ബന്ധങ്ങൾ കാണിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ റിയൽ ഫ്ലോയും മണി ഫ്ലോയും വേറിട്ടറിയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം അളക്കുന്നതിനുള്ള വ്യത്യസ്തമായ രീതികൾ ഏതൊക്കെയാണെന്നാണ്. ഇതിന് പ്രധാനമായിട്ടും 3 മെത്തേഡുകളുണ്ട്, 3 രീതികളുണ്ട്. അതിലൊന്നാമത്തത് പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതി, രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി, മൂന്നാമത്തത് ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി. പ്രോഡക്റ്റ് മെത്തേഡിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്, അഥവാ കൂട്ടിച്ചേർത്ത മൂല്യരീതി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ആദ്യം നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ വാല്യൂ ആഡഡ് മെത്തേഡിലേക്ക് വരാം. മലയാളത്തിൽ ഇതിനെ കൂട്ടിച്ചേർത്ത മൂല്യരീതി എന്ന് പറയും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ GDP നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ GDP ഈസ് ദ സം ഓഫ് ദ ഗ്രോസ് വാല്യൂ ആഡഡ് ബൈ ദ എൻറ്റയർ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇൻ ദ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ മുഴുവൻ ഉൽപ്പാദന യൂണിറ്റുകളും കൂട്ടിച്ചേർത്ത മൂല്യത്തിൻ്റെ ആകെ തുകയാണ് GDP.
മുഴുവൻ ഉൽപ്പാദന യൂണിറ്റുകളും കൂട്ടിച്ചേർത്ത മൂല്യത്തിൻ്റെ ആകെ തുകയാണ് GDP. ഇവിടെ രണ്ട് പ്രയോഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. ഒന്നാമത്തത് വാല്യൂ ആഡഡ്, രണ്ടാമത്തത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്ന മൂല്യം. എന്താണിത്? ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാവൂ. അതുകൊണ്ട് ആദ്യം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്താണെന്ന് പരിശോധിക്കാം. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അഥവാ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ P × Q. എന്താ P എന്ന് പറഞ്ഞാൽ? നമുക്കറിയാവുന്നതുപോലെ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിലെ വില അഥവാ കമ്പോള വില. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ഉൽപ്പന്നത്തിൻ്റെ അളവിനെ അതിൻ്റെ മാർക്കറ്റ് വില കൊണ്ട് ഗുണിച്ചാൽ മതി, അഥവാ ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റ് വില കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മൾ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. എ കമ്പനി പ്രൊഡ്യൂസിങ് 500 ഷർട്ട്സ്, ഇറ്റ്സ് പ്രൈസ് ഇസ് 100 പെർ ഷർട്ട്. ഒരു കമ്പനി 500 ഷർട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു ഷർട്ടിൻ്റെ വില 100 രൂപയാണ്. അവിടെ എന്തായിരിക്കും വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ആ ഷർട്ടിൻ്റെ വിലയെ ഷർട്ടിൻ്റെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ ഷർട്ടിൻ്റെ വില 100 രൂപയാണ്. അങ്ങനെ എത്ര ഷർട്ട് ഉൽപ്പാദിപ്പിക്കുന്നു? അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 500 എണ്ണം. അപ്പോൾ 100 × 500 = 50,000 ഇവിടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അഥവാ ആ ഷർട്ടുകളുടെ 500 ഷർട്ടുകളുടെ ഉൽപ്പന്ന മൂല്യം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. പക്ഷേ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എടുത്തുകൊണ്ട് നമുക്ക് GDP കണക്കാക്കാനാവില്ല. കാരണം അവിടെ ഡബിൾ കൗണ്ടിങ് എന്നൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എന്താ ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് കൗണ്ടിങ് ഓഫ് ദി വാല്യൂ ഓഫ് ദ സെയിം പ്രോഡക്റ്റ് മോർ ദാൻ വൺസ്. അല്ലേ? കൗണ്ടിങ് ഓഫ് ദി വാല്യൂ ഓഫ് ദി സെയിം പ്രോഡക്റ്റ് മോർ ദാൻ വൺസ്. ഒരേ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ കണക്കാക്കുമ്പോഴാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുക. അല്ലേ? നമുക്കത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുത്താൽ മതി. നമ്മളൊക്കെ പേന ഉപയോഗിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഒരു പേന ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? പ്ലാസ്റ്റിക് വേണം, ഇങ്ക് വേണം. ഇപ്പോൾ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിച്ച സ്ഥലത്ത് നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, കൗണ്ട് ചെയ്തു. ഇങ്ക് ഉൽപ്പാദിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഇങ്കിൻ്റെ വാല്യൂ കൗണ്ട് ചെയ്തു. ശേഷം പേന ഉൽപ്പാദിപ്പിച്ച സ്ഥലത്ത് നിന്ന് പേനയുടെ മൂല്യം കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് ഇങ്കിൻ്റെ മൂല്യവും പെട്ടു, പ്ലാസ്റ്റിക്കിൻ്റെ മൂല്യവും പെട്ടു. ഇത് രണ്ടും കൂടിയും കൂട്ടിയിട്ടുള്ള പേന മൂല്യം വരുന്നത്. പേനയുടെ വില വരുന്നത് എന്താണ്? ഇങ്കിൻ്റെ വിലയും പ്ലാസ്റ്റിക്കിൻ്റെ വിലയും എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് പേനയുടെ വില. ഇവിടെ ശരിക്കും ഡബിൾ കൗണ്ടിങ് ആണ് നടക്കുന്നത്. കാരണം ഇങ്കിൻ്റെ വില അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വില അത് ഉൽപ്പാദിപ്പിച്ച സ്ഥലത്ത് നിന്ന് കൗണ്ട് ചെയ്ത് പോയി. പിന്നെയും പേന ഉൽപ്പാദിപ്പിച്ച് വിറ്റ സമയത്ത് പേനയുടെ വില കണക്കൂട്ടിയപ്പോഴും അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ വിലയും ഇങ്കിൻ്റെ വിലയും വന്നുപോയി. ഇതാണ് എക്സാക്ട്ലി ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട്. നമ്മൾ ദേശീയ വരുമാനം അഥവാ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഇരട്ട ഗണന അഥവാ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ GVA കൗണ്ട് ചെയ്യുക എന്നത്. അഥവാ GVA എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടിച്ചേർത്ത മൂല്യം. കൂട്ടിച്ചേർത്ത മൂല്യം പരിഗണിച്ചാൽ ഒരു പരിധി വരെ ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാം. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്താണ് കൂട്ടിച്ചേർത്ത മൂല്യം അഥവാ GVA? ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ GVA = QI - ZI. ഇവിടെ QI എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് QA = വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം നമ്മൾ ഇക്വേഷൻ വെച്ച് അതെങ്ങനെ കണ്ടെത്താമെന്ന് പഠിച്ചു കഴിഞ്ഞാണ്. ZI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സംസാരിച്ചാണ്. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. എന്താ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഫൈനൽ ഗുഡ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തിൻ്റെയും ഏത് ഉൽപ്പന്നത്തെയും അല്ലെങ്കിൽ ഏത് ഇൻപുട്ടിൻ്റെയും നമുക്ക് പറയാം ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ഫൈനൽ ഗുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഇൻ്റർമീഡിയറ്റ് ഗുഡ്സാണ്. അതിന് വേണ്ട എക്സ്പെൻസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയും, അല്ലേ? അപ്പോൾ നമുക്ക് വാല്യൂ ആഡഡ് കണ്ടെത്താൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചാൽ മതി, അല്ലേ? ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ആഡഡ് കിട്ടും, അഥവാ കൂട്ടിച്ചേർത്ത മൂല്യം കിട്ടും. രണ്ടാമതൊരു മാർഗം, വാല്യൂ ആഡഡ് കാണാനുള്ള രണ്ടാമത്തെ മാർഗം VI + AI -
ZI. വി എന്ന് പറഞ്ഞാൽ എന്താണ്? VI എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദി സെയിൽസ് ഓഫ് എ ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ സെയിൽസിൻ്റെ വാല്യൂ ആണ്. പ്ലസ് എ എന്ന് പറഞ്ഞാലോ ചേഞ്ച് ഇൻ ദ ഇൻവെൻ്ററി, ഇൻവെൻ്ററിയിലെ മാറ്റം അല്ലേ. ഇപ്പോൾ സെയിൽസ് നിങ്ങൾക്ക് അറിയാം. ഇൻവെൻ്ററി നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ വർഷം നമുക്ക് വിറ്റ് പോവാത്ത ഇക്കൊല്ലത്തേക്ക് മാറ്റിവെക്കുന്ന സ്റ്റോക്കാണ് ശരിക്കും ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇൻവെൻ്ററിയിലെ മാറ്റം അതാണ് ശരിക്ക് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻവെൻ്ററിയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ മൈനസ് സെയിൽസ്. വാല്യൂ ആഡഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. അതിനായിട്ടൊരു ഷെഡ്യൂൾ അഥവാ ഒരു പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ഒന്നാമത്തെ കോളത്തിൽ പ്രൊഡ്യൂസേഴ്സ്, 2 തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തത് ഫാമർ അഥവാ കർഷകൻ, രണ്ടാമത്തെ ബേക്കർ. ഇവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ്, ഫാർമർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് റൈസാണ്, ബേക്കർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഫുഡാണ് അഥവാ ബേക്ക്ഡ് ഐറ്റമാണ്. ഇനി ഇതിൻ്റെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നോക്കാം. ഫാമർ ഉൽപ്പാദിപ്പിച്ച റൈസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 50 ആണ്. ബേക്കർ ഉൽപ്പാദിപ്പിച്ച ഫുഡ് ഐറ്റംസിൻ്റെ വില 150 രൂപയാണ്. ഇവിടെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാമറുടെ അരി ഉൽപ്പാദനത്തിന് യാതൊരു തരത്തിലുള്ള ഇൻ്റർമീഡിയറ്റ് കൺസംഷനും വന്നിട്ടില്ല. അപ്പോൾ ആ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇവിടെ എത്രയാണ്? 50 ആണ്, 50 രൂപയാണ്. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ 0 ആണ്. 50 മൈനസ് 0 = 50. അപ്പോൾ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ഇവിടെ 50 ആണ്. ഇനി ബേക്കറുടെ കാര്യത്തിലേക്ക് വരാം. അയാൾ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി. അയാളുടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 150 ആണ്. അയാളുടെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് അരിയുടെ വിലയാണ്. ഫാർമർക്ക് അരിക്ക് കൊടുത്ത വിലയാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അതെത്രയാണ്? 50. അപ്പോൾ ഇയാളുടെ ഫുഡിൻ്റെ വിലയായ 150 രൂപയിൽ നിന്നും അരിക്ക് കൊടുത്ത വില അഥവാ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ 50 കുറച്ചാൽ കിട്ടുന്നതാണ് വാല്യൂ ആഡഡ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വാല്യൂ ആഡഡ്? 100 ആണ്. അപ്പോൾ മൊത്തത്തിൽ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫാർമറുടെയും അതുപോലെ തന്നെ ബേക്കറുടെയും വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും മൊത്തം ഇൻ്റർമീഡിയറ്റ് കൺസംഷനായ 50 കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ GVA. 2 ഉൽപ്പന്നങ്ങളുടെയും ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് താഴെ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. അഥവാ റൈസിൻ്റെ വാല്യൂ 50, ഫുഡിൻ്റെ വാല്യൂ 150. ഇത് രണ്ടും കൂടി കൂടിയാൽ 200. ഇതിൽ എന്ത് കുറക്കണം? ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറക്കണം. ഇവിടെ ആകെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ആ ഗ്രീൻ കളർ കൊടുത്തത് 50 മാത്രമാണ്. അപ്പോൾ 200 നിന്നും 50 കുറച്ചെടുത്താൽ ബാക്കി എന്താണുള്ളത്? അതാണ് 150. അതാണ് ഗ്രോസ് വാല്യൂ ആഡഡ്. ഇപ്പോൾ 2 ഉൽപ്പാദകരുടെയും ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൽ നിന്നും അവർക്കുണ്ടായ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം ലഭിച്ചു കഴിഞ്ഞു. ഇതാണ് ശരിക്ക് ഒരു പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാം. അവിടെ പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം GDP എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് ദി ഗ്രോസ് വാല്യൂ ആഡഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അതിർത്തിക്കുള്ളിൽ എല്ലാ ഉൽപ്പാദകരുടെയും ഒരു വർഷത്തെ ആകെ കൂട്ടിച്ചേർത്ത മൂല്യത്തിൻ്റെ ആകെ വാല്യൂ ആഡഡിൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡിൻ്റെ മൊത്തം തുകയ്ക്ക് പറയുന്ന പേരാണെന്ത്? GDP. എന്നുവെച്ചാൽ മൊത്തം ഗ്രോസ് വാല്യൂ ആഡഡ് കൂട്ടിച്ചേർത്തതാണ് GDP അല്ലേ. രാജ്യത്ത് എത്രത്തോളം ഉൽപ്പാദകരുണ്ടോ അത്രത്തോളം ഉൽപ്പാദകർ കൂട്ടിച്ചേർത്ത മൂല്യം അവരുടെ GVA എന്താണോ അതൊക്കെ കൂട്ടിയെടുത്തതാണ് GDP അല്ലേ. അപ്പം നമുക്ക് അതിനെങ്ങനെ പറയാം? GDP = GVA1 + GVA2 + അങ്ങനെ GVAN എന്ന് പറഞ്ഞാൽ എന്താണ്? GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഉൽപ്പാദകൻ കൂട്ടിച്ചേർത്ത മൂല്യം പ്ലസ് GVA2, രണ്ടാമത്തെ ഉൽപ്പാദകൻ കൂട്ടിച്ചേർത്ത മൂല്യം പ്ലസ് അങ്ങനെ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? എത്രത്തോളം ഉൽപ്പാദകരുണ്ടോ അത്രത്തോളം ഉൽപ്പാദകർ കൂട്ടിച്ചേർത്ത മൂല്യം. GVA എന്ന് പറഞ്ഞ കൺക്ലൂഷൻ അങ്ങനെയാണ്. അപ്പോൾ GVA1, GVA2 അങ്ങനെ എത്രത്തോളം ഉൽപ്പാദകരുണ്ടോ അത്രത്തോളം ഉൽപ്പാദകർ കൂട്ടിച്ചേർത്ത മൂല്യത്തിൻ്റെ ആകെ തുകയാണ്, ടോട്ടലാണ് GDP എന്ന് പറയുന്നത്. ഇതേ ഇക്വേഷൻ നമുക്കൊന്ന് ചുരുക്കിയെടുക്കാം. GDP MP = സിഗ്മ
GVAI അല്ലേ, GVA1 പ്ലസ് GVA2 അങ്ങനെ എത്രത്തോളം GVA ഉണ്ടോ അതൊക്കെ കൂട്ടിയാൽ നമുക്കതിൻ്റെ സിഗ്മ GVA എന്ന് പറയാം. അപ്പോൾ ടോട്ടൽ സം ഓഫ് ദി GVA കൂട്ടിച്ചേർത്ത മൂല്യങ്ങളുടെ ആകെ തുക എന്നതാണ് അതിനർത്ഥം, സിഗ്മ GVA. ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ സമ്മേഷൻ, നമ്മൾ അറിയാവുന്നൊരു കാര്യമാണ്, ആകെ തുക എന്നർത്ഥം. അതിന് മുകളിൽ ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ഫേംസ്, മൊത്തം ഫേമുകളുടെ ടോട്ടലാണ്. മറ്റൊന്ന് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐത്ത് ഫേം, എത്രാമത്തെ ഫേം, അല്ലെങ്കിൽ എത്ര ഫേം, ഒരു ഫേമിനെ സൂചിപ്പിക്കാനുള്ളതാണ് ഐ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, GDP MP is equal to സിഗ്മ GVAI. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ MP എന്ന് കൊടുത്തിട്ടുണ്ട്, GDP എന്ന് മാത്രമല്ല GDP MP. MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ GDP കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ GDP MP എന്ന് പറഞ്ഞാൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനകത്ത് നെറ്റ് വാല്യൂ ആഡഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നെറ്റ് വാല്യൂ ആഡഡ് അഥവാ NVS ഈക്വൽ ടു GVA മൈനസ് ഡിപ്രീസിയേഷൻ. GVAയിൽ നിന്നും ഗ്രോസ് വാല്യൂ ആഡിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിൽ നിന്നും തേയ്മാനം കുറച്ചാൽ ബാക്കിയുള്ളതാണ് എന്ത്, നെറ്റ് വാല്യൂ ആഡഡ്. അപ്പോൾ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പറയാം, GDP is equal to സിഗ്മ GVA. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, സിഗ്മ NVA പ്ലസ് ഡിപ്രീസിയേഷൻ. സിഗ്മ NVA പ്ലസ് ഡിപ്രീസിയേഷൻ. ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് കാണിക്കാൻ D എന്ന അക്ഷരമാണ് കൊടുത്തുള്ളത്. ചുരുക്കത്തിൽ GDP is equal to സിഗ്മ NVA പ്ലസ് ഡിപ്രീസിയേഷൻ. GDP is equal to സിഗ്മ NVA പ്ലസ് ഡിപ്രീസിയേഷൻ. NVA പ്ലസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ GVA. ഒന്നുകിൽ സിഗ്മ GVA എന്ന് പറയാം, അല്ലെങ്കിൽ സിഗ്മ NVA പ്ലസ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡായ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പരിശോധിക്കാം. മലയാളത്തിൽ ചെലവ് രീതി എന്ന് പറയും. ഇവിടെ എന്താ ചെയ്യുന്നത്, GDP can be calculated by adding final expenditures in the domestic territory of the country. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അതിർത്തിക്കുള്ളിൽ ചെലവഴിക്കുന്ന എല്ലാ അന്തിമ ചെലവുകളെയും കൂട്ടിയെടുത്താൽ GDP കിട്ടും. ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ അന്തിമ ചെലവുകൾ, എല്ലാ ചെലവുകളും കൂട്ടിയെടുത്താൽ ആ സമ്പദ് വ്യവസ്ഥയിലെ GDP ലഭിക്കും. എല്ലാ ചെലവുകളെയും കൂട്ടിയെടുക്കണം. ആഡിങ് ദ ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി അല്ലെങ്കിൽ an എക്കോണമി. അപ്പോൾ ചെലവ് രീതി പ്രകാരം ഫൈനൽ എക്സ്പെൻഡിച്ചറിന് 4 ഘടകങ്ങളുണ്ട്, കമ്പോണൻസ് ഉണ്ട്. അതിലൊന്നാമത്തത് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. നമ്മളതിനെ ചുരുക്കത്തിൽ C എന്ന് പറയാം. കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് നമ്മൾ എന്ത് പറയാം, C എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ അന്തിമ ഉപഭോഗ ചെലവ് എന്ന് പറയും. അന്തിമ ഉപഭോഗ ചെലവ്. ഉപഭോഗ ചെലവാണ് ഒന്ന്, കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ് ഒന്ന്. രണ്ടാമത്തത് ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അന്തിമ നിക്ഷേപ ചെലവാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിനെ ചുരുക്കി നമ്മൾ I എന്ന് വിളിക്കാം. മൂന്നാമത്തത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഫൈനൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ സർവീസ് വാങ്ങിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ചെലവ് അഥവാ ഗവൺമെൻറ് ചെലവിനെ നമ്മൾ G എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് നെറ്റ് എക്സ്പോർട്സ് ആണ്, അറ്റകയറ്റുമതി അല്ലേ. എന്താ നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് കുറച്ച് കിട്ടുന്നതാണ് നെറ്റ് എക്സ്പോർട്ട്. എക്സ്പോർട്ടിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് X, ഇമ്പോർട്ടിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് M. എക്സിൽ നിന്നും അഥവാ എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് കുറച്ചാൽ നമുക്ക് നെറ്റ് എക്സ്പോർട്ട് കിട്ടും. ചുരുക്കത്തിൽ 4 തരത്തിലുള്ള ചെലവുകളാണ് ഇവിടെ വരുന്നത്. ഒന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്സ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് GDPയെ കാൽക്കുലേറ്റ് ചെയ്യാം. GDP is equal to C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. എല്ലാ ചെലവുകളും കൂട്ടിയെടുത്തതാണല്ലോ GDP. അപ്പോൾ GDP is equal to C പ്ലസ്, C എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, I പ്ലസ്, I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, G ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, X എക്സ്പോർട്ട് മൈനസ് M എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്. അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ ഈ 4 ചെലവുകളെയും കൂട്ടിയെടുത്തതാണ് GDP എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം. മറ്റൊരു രീതി പറഞ്ഞാൽ all the final expenditures is equal to the total revenue of firms in an economy. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കുന്ന എല്ലാ ചെലവുകളും
അത് ആ സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദന സ്ഥാപനങ്ങളുടെ ഫേംസിൻ്റെ റവന്യൂവിന് തുല്യമാണ്, വരുമാനത്തിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ചെലവ് അത് ഏതിന് തുല്യമായിരിക്കും? രാജ്യത്തെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഫേമുകളുടെയും ഉൽപ്പാദന സ്ഥാപനങ്ങളുടെയും വരുമാനത്തിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്കതൊന്നും കൂടി റിവൈസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. സിഗ്മ ആർ വി ഐ ഈക്വൽ ടു എന്താ? സിഗ്മ ആർ വി ഐ എന്ന് പറഞ്ഞാൽ, ആർ വി എന്ന് പറഞ്ഞാൽ റവന്യൂ വാല്യൂ ഓഫ് ഫേംസ്, മൊത്തം ഫേമുകളുടെ ഉൽപ്പാദന സ്ഥാപനങ്ങളുടെ റവന്യൂ വാല്യൂ. സിഗ്മ ആർ വി ഐ എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപ്പാദന സ്ഥാപനങ്ങളുടെ റവന്യൂ വാല്യൂ, അവരുടെ വരുമാനം. ഈക്വൽ ടു സിഗ്മ സി പ്ലസ് സിഗ്മ ഐ പ്ലസ് സിഗ്മ ജി പ്ലസ് സിഗ്മ എക്സ് അല്ലേ? മൊത്തം കൺസംഷൻ എക്സ്പെൻഡിച്ചർ സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, സിഗ്മ ജി എന്ന് പറഞ്ഞാൽ മൊത്തം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം എക്സ്പോർട്ട് എക്സ്പെൻഡിച്ചർ. ഇതെല്ലാം കൂടിയതാണ്, ഇത് രണ്ടും തുല്യമാണെന്നർത്ഥം. മൊത്തം സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഫേമുകളുടെയും റവന്യൂ വാല്യൂവിന് തുല്യമാണ് അവിടുത്തെ മൊത്തം ചെലവുകൾ എന്ന് പറയാനാണ് ഇങ്ങനെ നമ്മൾ രേഖപ്പെടുത്തിയത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ജി ഡി പി ഈക്വൽ ടു സിഗ്മ ആർ വി ഐ. ആർ വി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ വാല്യൂ ഓഫ് ഫേംസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് എക്സ്പെൻഡിച്ചർ മൈനസ് ഇമ്പോർട്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കറിയാം ജി ഡി പി ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. അപ്പോൾ എല്ലാ ചെലവുകളും കൂട്ടിയെടുത്തതാണ് ജി ഡി പി, എല്ലാ അന്തിമ ചെലവുകളും കൂട്ടിയെടുത്തതാണ് ജി ഡി പി. ഇനി നമുക്ക് ഇൻകം മെത്തേഡ് പ്രകാരം എങ്ങനെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പരിശോധിക്കാം. Under this method, GDP can be calculated by adding up all the factor income earned by the owners of factors of production in the form of wage, rent, interest and profit. ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അത് വേജായിട്ടും റെൻ്റായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടും ഇങ്ങനെ ലഭിക്കുന്ന ഫാക്ടർ ഇൻകം മൊത്തം കൂട്ടിയാൽ നമുക്ക് ഇൻകം മെത്തേഡ് പ്രകാരമുള്ള ജി ഡി പി കിട്ടും. ഒന്നും കൂടി പറഞ്ഞാൽ, നമ്മൾ കുറേ ഉൽപ്പാദന ഘടകങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. 4 ഉൽപ്പാദന ഘടകങ്ങൾ. ഒന്ന് ലാൻഡ്, രണ്ടാമത്തെ ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇവക്ക് കൊടുക്കുന്ന പ്രതിഫലം നിങ്ങൾക്കറിയാം. ലാൻഡിൻ്റെ പ്രതിഫലം റെൻറ്റ്, ലേബറിൻ്റെ പ്രതിഫലം വേജ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ പ്രതിഫലം പ്രോഫിറ്റ്, ക്യാപിറ്റലിൻ്റെ പ്രതിഫലം ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ ഓരോ ഉൽപ്പാദന ഘടകത്തിനും അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഇതൊരു വരുമാനമാണ്, ഓരോന്നും വരുമാനമാണ്. റെൻ്റ് ഒരു വരുമാനമാണ്, ഇൻട്രസ്റ്റ് മറ്റൊരു വരുമാനമാണ്, പ്രോഫിറ്റ് വേറൊരു വരുമാനമാണ്, അതുപോലെ തന്നെ വേജ് വേറൊരു വരുമാനമാണ്. ഇങ്ങനെ ഈ റെൻ്റായിട്ടും വേജായിട്ടും പ്രോഫിറ്റായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും ലഭിക്കുന്ന ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം കൂട്ടിയെടുത്താൽ, മൊത്തം പ്രതിഫലം കൂട്ടിയെടുത്താൽ നമുക്ക് ജി ഡി പി കിട്ടും. അപ്പോൾ ജി ഡി പി കിട്ടാനുള്ള മാർഗം എന്താണ്? ഉൽപ്പാദന ഘടകങ്ങൾക്ക് റെൻ്റായിട്ടും വേജായിട്ടും പ്രോഫിറ്റായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും ലഭിക്കുന്ന വരുമാനം കൂട്ടിയെടുത്താൽ നമുക്ക് ജി ഡി പി ലഭിക്കും. ഇതാണ് ഇൻകം മെത്തേഡ് പ്രകാരമുള്ള ജി ഡി പി. സോ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, ജി ഡി പി ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മൊത്തം വേജ്, സിഗ്മ പി മൊത്തം പ്രോഫിറ്റ്, സിഗ്മ ഐ എൻ മൊത്തം ഇൻട്രസ്റ്റ്, സിഗ്മ ആർ മൊത്തം റെൻറ്റ്. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, ജി ഡി പി ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് പി പ്ലസ് ഐ എൻ പ്ലസ് ആർ. ജി ഡി പി ഈക്വൽ ടു ഡബ്ല്യു വേജ്, പി പ്രോഫിറ്റ്, ഐ എൻ ഇൻട്രസ്റ്റ്, ആർ റെൻറ്റ്. ഇപ്പോൾ ജി ഡി പി എങ്ങനെ 3 മെത്തേഡിലൂടെയും കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ 3 മെത്തേഡിലൂടെയും കാൽക്കുലേറ്റ് ചെയ്യുന്ന ജി ഡി പി ഒന്ന് തന്നെ ആയിരിക്കും. ചുരുക്കത്തിൽ നമ്മൾ ഓരോന്നും ഒന്നും കൂടി കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യത്തെ എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. അതിലേതൊക്കെ വരുന്നത്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട്. അതുപോലെ തന്നെ ഇൻകം മെത്തേഡ് പ്രകാരം വേജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇവയുടെ മൊത്തം തുകയാണ് നമുക്ക് ഇൻകം മെത്തേഡ് പ്രകാരമുള്ള ജി ഡി പി. പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ എന്താ പറയുക? സിഗ്മ ജി വി എ. നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യം എടുക്കുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ ജി ഡി പി. മലയാളത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയും. എന്താണ് ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷം ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഫൈനൽ ഗുഡ്സിൻ്റെയും അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും
പണത്തിൽ കണക്കാക്കിയ മൂല്യമാണ്. പണത്തിൽ കണക്കാക്കിയ മൂല്യമാണ് GDP, അല്ലെ? എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൽ കണക്കാക്കിയ മൂല്യമാണ് GDP. ഇത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. GDP ഉൾപ്പെടെയുള്ള ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ കൺസെപ്റ്റുകൾ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ പറയാം, അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റിൽ പറയാം. മാർക്കറ്റ് പ്രൈസ് അഥവാ MP, ഫാക്ടർ കോസ്റ്റ് അഥവാ FC. എന്താ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാല് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയതാണ്. അപ്പൊ എന്താ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഫാക്ടർ കോസ്റ്റ്. റെന്റ് ആയിട്ട്, വേജ് ആയിട്ട്, പ്രോഫിറ്റ് ആയിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇത് മൊത്തം പറയുന്നതാണ് ഫാക്ടർ കോസ്റ്റ്. അതിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയെടുത്താണെന്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അപ്പോ ഫാക്ടർ കോസ്റ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി. മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി. അപ്പൊ മാർക്കറ്റ് പ്രൈസ് കാണാൻ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയാൽ മതി. ഫാക്ടർ കോസ്റ്റ് കാണാൻ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി. അപ്പൊ അവിടെ ഒരു ചോദ്യം വരികയാണ്, എന്താണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്? അല്ലെ, എന്താണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്? ഇൻഡയറക്ട് ടാക്സ് അഥവാ പരോക്ഷ നികുതി നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട്. ആ ഇൻഡയറക്ട് ടാക്സിൽ നിന്നും സബ്സിഡി കുറച്ചാൽ മതി. ഇൻഡയറക്ട് ടാക്സിൽ നിന്നും സബ്സിഡി കുറച്ചാൽ മതി. സബ്സിഡി കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചെറിയ കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നത് നമുക്ക് പ്രോബ്ലമായിട്ട് നിരവധി ചോദ്യങ്ങൾ ഇതിനകത്ത് വരാറുണ്ട്. അതിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ ചില കൺസെപ്റ്റുകൾ പഠിച്ചു പോകുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒന്നിച്ച് ഉപയോഗപ്പെടുത്തുന്നു. അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയ ക്ലൂസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ആൻഡ് നെറ്റ് ഈസ് ഡിപ്രീസിയേഷൻ. ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ. ഇപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയേക്കുക. ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം ഡിപ്രീസിയേഷൻ ആയിരിക്കും. നമ്മൾ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും അത് ഓർമ്മിപ്പിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നാഷണൽ പ്രൊഡക്റ്റും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനമായിരിക്കും, അഥവാ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അറ്റ വിദേശ വരുമാനമായിരിക്കും നാഷണൽ പ്രൊഡക്റ്റും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ കോസ്റ്റ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ തൊട്ട് മുമ്പ് പഠിച്ചോളൂ. അതെന്തായിരിക്കും? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് GDP എന്ന നാഷണൽ ഇൻകം കൺസെപ്റ്റിനെ നമ്മൾ ഫാക്ടർ കോസ്റ്റിലും മാർക്കറ്റ് പ്രൈസിലും പറയാൻ പറ്റും. ആദ്യം നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ എന്താന്ന് നോക്കാം. GDP MP, GDP at മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു GDP FC, GDP at ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. GDP at മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? GDP at ഫാക്ടർ കോസ്റ്റിനോട് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയാൽ മതി. നേരത്തെ നമ്മൾ ക്ലൂ പറഞ്ഞല്ലോ, ഫാക്ടർ കോസ്റ്റിനോട് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയാലാണ് മാർക്കറ്റ് പ്രൈസ് കിട്ടുക. അതാണ് ക്ലൂ. ഇനി അപ്പോൾ FC കാണാൻ, GDP FC കാണാൻ എന്ത് ചെയ്യും? GDP MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. MP-യിൽ നിന്നും മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ക്ലൂ തന്നല്ലോ. അപ്പൊ GDP FC ഈക്വൽ ടു GDP MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ്. ഇനി എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പരിശോധിക്കാം. NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ ചുരുക്കാണ് NDP. ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തന്നല്ലോ കുറച്ചു മുമ്പ്. എന്താണ് ആ ക്ലൂ? ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിൽ വ്യത്യാസം എന്തായിരിക്കണം? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ NDP ഈക്വൽ ടു GDP മൈനസ് ഡിപ്രീസിയേഷൻ. ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് കിട്ടും. അപ്പൊ GDP-യിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ NDP കിട്ടും. അതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ, അല്ലേ? അപ്പൊ നേരത്തെ കാണിച്ച പോലെ നമുക്ക് മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും എന്ത് പ്രകടിപ്പിക്കാൻ കഴിയും? NDP-യെ പറയാൻ പറ്റും. അപ്പൊ NDP MP ഈക്വൽ ടു എന്തായിരിക്കും? നിങ്ങളെ മനസ്സിലത് വരുന്നുണ്ടാവും. NDP MP ഈക്വൽ ടു NDP FC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെക്കണം. ഫാക്ടർ കോസ്റ്റിനോട് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയാൽ മാർക്കറ്റ് പ്രൈസ് കിട്ടും. അപ്പൊ NDP MP ഈക്വൽ ടു NDP FC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ NDP FC കാണാനോ? ദെൻ NDP MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. MP-യിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ FC കിട്ടും. ഇപ്പൊ രണ്ട് ക്ലൂ നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ NDP FC-യെ പൊതുവെ പറയുന്ന പേരാണ്
ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം അല്ലെ? ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം എന്ന പേരിൽ അറിയപ്പെടുന്നത് NDPFC തന്നെയാണ്. ഇനി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന കൺസെപ്റ്റ് പഠിക്കാം. GNP മലയാളത്തിൽ എന്താ പറയുക? മൊത്ത ദേശീയ ഉൽപ്പന്നം. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. GDPയോട് അറ്റ വിദേശ വരുമാനം, അറ്റ വിദേശ ഘടക വരുമാനം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് GNP കിട്ടും. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച 3 ക്ലൂകളിലൊന്ന് അഡോപ്റ്റ് ചെയ്യാണ്, അപ്ലൈ ചെയ്യാണ്. എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അവിടെ നാഷണൽ പ്രൊഡക്റ്റും വന്നു, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും വന്നു. നാഷണൽ പ്രൊഡക്റ്റും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നേരത്തെ പഠിച്ച ക്ലൂ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അഥവാ NFIA അല്ലെ? GNPയിലുണ്ട് ഏത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ഉണ്ട്. GDPയിൽ നിന്ന് എന്ത് ചെയ്യണം? GDP ലഭിക്കണമെങ്കിൽ GNPയിൽ നിന്നും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കുറക്കണം. അപ്പോ GNP കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ പറഞ്ഞത് ഈ ഇക്വേഷനിലേക്ക് നോക്കൂ. GNP കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അറ്റ വിദേശ വരുമാനം നമ്മൾ കൂട്ടിച്ചേർത്താൽ മാത്രമാണ്, GDPയോട് കൂട്ടിച്ചേർത്താൽ മാത്രമാണ് GNP ലഭിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് GNP മാർക്കറ്റ് പ്രൈസിലും പറയാം, ഫാക്ടർ കോസ്റ്റിലും പറയാം. അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. GNP മാർക്കറ്റ് പ്രൈസ് പറയാൻ എന്ത് ചെയ്താൽ മതി? GNP MPC ഈക്വൽ ടു GNPFC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇപ്പൊ GNPFC പറയാനോ? GNPFC ഈക്വൽ ടു GNPMP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചു. അത് നേരത്തെ പഠിച്ച രീതിയാണ് അല്ലെ? ഇനിയിപ്പോ GDP തന്നു, അപ്പൊ നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും GNP പറയും? ഇപ്പൊ GDPMP തന്നു കഴിഞ്ഞു. അപ്പൊ അതിനോട് നെറ്റ് ഫാക്ടർ ഇവിടെ കൊടുത്ത പോലെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിയാൽ GNPMP ആയി. ഇപ്പൊ GDPFC തന്നു, അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണണം? ഫാക്ടർ കോസ്റ്റ് പ്രകാരമുള്ള GNP കാണണം. എന്ത് ചെയ്താൽ മതി? GDPFC തന്നു കഴിഞ്ഞാൽ അതിനോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിയാൽ നിങ്ങൾക്ക് GNPFC കിട്ടും അല്ലെ? അപ്പൊ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പൊതുവായിട്ടുള്ള അതിന്റെ രീതി എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ്. ഇനി GNPയുടെ നെറ്റ് കൺസെപ്റ്റ് ആണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. NNP അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് മലയാളത്തിൽ പറയും. NNP കാണാൻ എന്ത് ചെയ്താൽ മതി? GNP മൈനസ് ഡിപ്രീസിയേഷൻ. GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം കുറച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്ലൂ ഇവിടെ വർക്കായി അല്ലേ? ഗ്രോസിൽ നിന്നും നെറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. അത് നേരത്തെ പറഞ്ഞ ക്ലൂ ആണ്. ഈ NNPയും മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും കാണാൻ പറ്റും. മാർക്കറ്റ് പ്രൈസിലും കാണാം, ഫാക്ടർ കോസ്റ്റിലും കാണാം. അത് നേരത്തെ പറഞ്ഞ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. GNPMPയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ NNPMP ആയി. NNPFC കാണാൻ എന്ത് ചെയ്താൽ മതി? GNPFCയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്താണ് ക്ലൂ? നെറ്റ് NNPFC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഈക്വൽ ടു NNPMP. NNPMP കാണാൻ നേരത്തെ ഒരു ക്ലൂ ഞാൻ പറഞ്ഞില്ലേ? FCയോട് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയാൽ MP ആകും. അപ്പൊ NNPMP എന്ത് ചെയ്താൽ മതി? NNPFC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അങ്ങനെയും ചെയ്യാം. ഇനി NNPFC കിട്ടാനോ? NNPMPയിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി. നേരത്തെ 3 സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ്. MPയിൽ നിന്നും ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ FC കിട്ടും. അപ്പൊ NNPFC കിട്ടണമെങ്കിൽ എന്ത് വേണം? NNPMPയിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറക്കണം. പേഴ്സണൽ ഇൻകം അഥവാ വ്യക്തിഗത വരുമാനം. പേഴ്സണൽ ഇൻകത്തെ നമ്മൾ ചുരുക്കി PI എന്ന് വിളിക്കാം. എന്താ PI എന്ന് പറഞ്ഞാൽ? PI എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ തന്നെയാണ് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. നാഷണൽ ഇൻകത്തിൽ നിന്നും അഥവാ നാഷണൽ ഇൻകത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കൺസെപ്റ്റായ NNPFCയിൽ നിന്നും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറക്കുക. ഇതുവരെ വിതരണം ചെയ്തിട്ടില്ലാത്ത ലാഭം കുറക്കുക. മൈനസ് അതുകൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, പലിശ അടവുകൾ, അറ്റ പലിശ അടവുകൾ കുറക്കുക. പലിശ അടവുകൾ, അറ്റ പലിശ അടവുകൾ അഥവാ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്താണെന്ന് ഞാൻ പറയാം. അതോടൊപ്പം തന്നെ കുറക്കേണ്ട മറ്റൊന്നാണ് കോർപ്പറേറ്റ് ടാക്സ്. ഏതൊക്കെ കുറക്കേണ്ടത്? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറക്കണം, നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറക്കണം, കോർപ്പറേറ്റ് ടാക്സ് കുറക്കണം, കൂടെ ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടിയെടുക്കുക. ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഇൻകം കിട്ടും. നമ്മൾക്ക് തരുന്ന പ്രോബ്ലത്തിൽ ഇത് തന്നിട്ടുണ്ടാവും.
അത് കൂട്ടിയും കുറച്ചും നമുക്ക് ഈ പ്രോബ്ലത്തിന് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു രീതിയാണിത്. അപ്പോൾ നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. എന്താണ് ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഒരു കുടുംബത്തിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞാല്, അറ്റ പലിശ അടവ് എന്ന് പറഞ്ഞാല്, ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പലിശ അവർ സ്വീകരിച്ചിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ നിക്ഷേപമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പലിശ കിട്ടൂലേ? ഒരുപാട് പലിശ അടച്ചിട്ടുണ്ടാവും അല്ലെ? അടച്ച പലിശയിൽ നിന്നും എന്താ വേണ്ടത്? അടച്ച പലിശയിൽ നിന്നും കിട്ടിയ പലിശ കുറച്ചാൽ മതി. അടച്ച പലിശയിൽ നിന്നും കിട്ടിയ പലിശ കുറച്ചാൽ നമുക്ക് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയി മാറി. അങ്ങനെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കാണുക. നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കാണണമെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇനി നമുക്ക് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്തെന്ന് നോക്കാം. അഥവാ വ്യക്തിഗത വിനിയോഗ്യ വരുമാനം എന്ന് മലയാളത്തിൽ പറയും. ചുരുക്കി നമ്മൾ PDI എന്ന് പറയാം. വ്യക്തിഗത വിനിയോഗ്യ വരുമാനം എന്ന് പറഞ്ഞാൽ ചെലവൊക്കെ കഴിച്ചിട്ടുള്ള വിനിയോഗിക്കാൻ കഴിയുന്ന വരുമാനം എന്നേ അർത്ഥമുള്ളൂ. PDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PI മൈനസ് PI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ് പേയ്മെന്റും നോൺ ടാക്സ് പേയ്മെന്റും കുറക്കണം. നികുതിയേതര അടവുകൾ വ്യക്തിഗത വരുമാനത്തിൽ നിന്നും കുറച്ചാൽ നമുക്ക് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും. നികുതിയേതര വരുമാനം ഏതിൽ നിന്ന് കുറക്കണം? പേഴ്സണൽ ഇൻകത്തിൽ കുറക്കണം. അപ്പോൾ PDI is equal to PI മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെന്റ് പ്ലസ് പേഴ്സണൽ നോൺ ടാക്സ് പേയ്മെന്റ്സ്. നോമിനൽ GDPയും റിയൽ GDPയും എന്താണെന്ന് പരിശോധിക്കാം. നോമിനൽ GDP മലയാളത്തിൽ നാമമാത്രമായ GDP. അതിനെ ഒരു ലെറ്റർ രൂപത്തിൽ കാണിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന അക്ഷരം കൊണ്ടാണ് കാണിക്കുക. If the GDP calculated on the basis of current year price, it is known as nominal GDP or GDP at current price. GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് ഇയർ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, തന്നാണ്ട് വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെ നമ്മൾ നോമിനൽ GDP എന്ന് പറയും, അല്ലെങ്കിൽ GDP at കറന്റ് പ്രൈസ് എന്ന് പറയും. ഇവിടെ ഒരു പ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കറണ്ട് ഇയർ പ്രൈസ്. എന്താണ് ഈ കറണ്ട് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാല്, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന വർഷത്തെ വിലയാണ് കറണ്ട് ഇയർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വർഷത്തെ വിലയാണ് കറണ്ട് ഇയർ പ്രൈസ്. ഉൽപ്പാദിപ്പിക്കുമ്പോഴുള്ള ഉൽപ്പാദനം കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിലല്ല അത് പരിശോധിക്കുന്നത്. അതാണ് കറണ്ട് ഇയർ പ്രൈസ്. അപ്പോൾ കറണ്ട് ഇയർ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ നോമിനൽ GDP അഥവാ നാമമാത്ര GDP എന്ന് പറയും. If the GDP calculated on the basis of base year price or constant price, it is known as real GDP or GDP at constant price. ഇനി GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ് ഇയർ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് നമ്മൾ റിയൽ GDP എന്ന് പറയും. ഇപ്പൊ എന്താ ഈ ബേസ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ +1 സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചതാണ്. അഥവാ ഇൻഡെക്സ് നമ്പർ പഠിച്ചെടുത്ത് പ്രത്യേകമായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട് കറണ്ട് ഇയർ പ്രൈസും ബേസ് ഇയർ പ്രൈസും. ഒരു നടപ്പ് വർഷത്തെ വിലയാണ് കറണ്ട് ഇയർ പ്രൈസ് എന്ന് പറയുക. എന്നാൽ മുൻ വർഷത്തെ ഏതെങ്കിലും ഒരു വർഷം അടിസ്ഥാനമാക്കിയെടുത്ത് നിർണ്ണയിക്കുന്ന വിലക്കാണ് എന്താ പറയുക? ബേസ് ഇയർ പ്രൈസ് എന്ന് പറയുക. അപ്പൊ മുൻ വർഷത്തെ പരിഗണിക്കുമ്പോഴാണ് ബേസ് ഇയർ പ്രൈസ്, കറണ്ട് വർഷത്തെ നടപ്പ് വർഷത്തെ പരിഗണിക്കുമ്പോഴാണ് കറണ്ട് ഇയർ പ്രൈസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ബേസ് ഇയർ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് റിയൽ GDP എന്ന് പറയും. ഇപ്പൊ രണ്ടും തമ്മിലെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. നോമിനൽ GDP അല്ലെങ്കിൽ മണി GDP അല്ലെങ്കിൽ GDP അറ്റ് കറന്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറന്റ് ഇയർ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ്, അഥവാ നടപ്പ് വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ റിയൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു അടിസ്ഥാന വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിലാണ്, അഥവാ ഒരു മുൻ വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് പോകാം. നിരവധി തവണ പ്രോബ്ലമായിട്ടും തിയറി ആയിട്ടും ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് GDP ഡിഫ്ലേറ്റർ. GDP ഡിഫ്ലേറ്റർ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ നോമിനൽ GDP ടു റിയൽ GDP എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അല്ലേ? നാമമാത്രമായ GDP പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നോമിനൽ GDP എന്തെന്ന് പഠിച്ചു കഴിഞ്ഞു, റിയൽ GDPയും പഠിച്ചു കഴിഞ്ഞു. ഇവ തമ്മിലുള്ള അനുപാതം, ഇവ തമ്മിലുള്ള റേഷ്യോ പെർസെൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ അതിന് GDP ഡിഫ്ലേറ്റ് എന്ന് പറയും. അല്ലേ? നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള അനുപാതം ശതമാനക്കണക്കിൽ പറയുമ്പോഴാണ് അതിനെന്ത് പറയുക? GDP ഡിഫ്ലേറ്റർ. ഇവിടെ GDP ഡിഫ്ലേറ്റർ എങ്ങനെ കാണാം? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. GDP ഡിഫ്ലേറ്റർ എങ്ങനെ കാണാം? GDP ഡിഫ്ലേറ്റർ ഇസ് ഈക്വൽ ടു നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100.
നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. നോമിനൽ ജി ഡി പി എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, റിയൽ ജി ഡി പിയും പഠിച്ചു കഴിഞ്ഞു. അതിനെ പരസ്പരം ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ജി ഡി പി ഡിഫ്ലേറ്റർ കിട്ടും. അപ്പോൾ ജി ഡി പി ഡിഫ്ലേറ്റർ നമ്മൾ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. നോമിനൽ ജി ഡി പി എന്ന് വാക്കായിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നോമിനൽ ജി ഡി പിക്ക് നമ്മളൊരു പ്രയോഗം പഠിച്ചു, ക്യാപിറ്റൽ ലെറ്ററിൽ ജി ഡി പി എന്ന് എഴുതിയാൽ മതി. റിയൽ ജി ഡി പിക്ക് നമ്മൾ സ്മാൾ ലെറ്ററിൽ ജി ഡി പി എന്ന് എഴുതിയാൽ മതി, എന്നാലും പറ്റും. ഇനി നമുക്ക് സമീപകാലത്ത് പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ജി ഡി പി ഡിഫ്ലേറ്ററിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: In 2015, GDP at current price is 8,500 and GDP at constant price is 7,000. Calculate GDP deflator. അല്ലെ, 2015 കറണ്ട് ഇയർ പ്രൈസിലെ ജി ഡി പി എന്ന് പറയുന്നത് അഥവാ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് 8,500 ആണ്. കോൺസ്റ്റന്റ് പ്രൈസിലെ ജി ഡി പി അല്ലെങ്കിൽ റിയൽ ജി ഡി പി എന്ന് പറയുന്നത് 7,000 ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഡി പി ഡിഫ്ലേറ്റർ കാണണം. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇവിടെ കൊണ്ടുവരിക. ജി ഡി പി ഡിഫ്ലേറ്റർ ഇസ് ഈക്വൽ ടു നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. ഇവിടെ നോമിനൽ ജി ഡി പി എത്രയാണ്? 8,500. റിയൽ ജി ഡി പി എത്രയാണ്? 7,000. അങ്ങനെയാണെങ്കിൽ നോമിനൽ ജി ഡി പിയെ റിയൽ ജി ഡി പി കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ജി ഡി പി ഡിഫ്ലേറ്റർ കിട്ടും. ഇവിടെ അത് കിട്ടിക്കഴിഞ്ഞു. 121.43 ഇവിടുത്തെ ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ജി ഡി പി ഡിഫ്ലേറ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ വാല്യൂ കൊണ്ട് നമ്മൾക്ക് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. ഇതിന്റെ ആൻസർ 121.43 അഥവാ 100ൽ കൂടുതലാണ്. 100ൽ കൂടുതലാണെങ്കിൽ അവിടെ ജനറൽ പ്രൈസ് ലെവലിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനറൽ പ്രൈസ് ലെവൽ അഥവാ പൊതു വില നിലവാരത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. എന്നാൽ 100ൽ താഴെയാണെങ്കിലോ വില നിലവാരത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ലെവലിലെ ചേഞ്ച് നമുക്ക് ജി ഡി പി ഡിഫ്ലേറ്റർ നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഇൻഫ്ലേഷൻ ആണോ ഡീഫ്ലേഷൻ ആണോ? അപ്പോൾ 100ൽ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയേണ്ടി വരും, 100ൽ കുറവാണെങ്കിൽ ഡീഫ്ലേഷൻ എന്ന് പറയാം.